ജമ്മു കശ്മീരിലെ പൂഞ്ചിൽ സൈനിക വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു സൈനികന് വീരമൃത്യു, ഒരു സൈനികന്റെ നില ഗുരുതരം. പൂഞ്ചിലെ സൂരൻകോട്ടയിൽ വ്യോമസേനാംഗങ്ങളുടെ വാഹന വ്യൂഹത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അരവിന്ദ്, എപ്പോഴായിരുന്നു ഈ ഭീകരാക്രമണം? ആരാണിപ്പോൾ വീരമൃത്യു വരിച്ചത്? കൂടുതൽ സൈനികർക്ക് പരിക്കുണ്ടോ? ഷഹാന, ഇന്ന് വൈകുന്നേരം 7:30 കൂടിയായിരുന്നു ഇത്തരമൊരു അപകടമുണ്ടായത്. പൂഞ്ചിലെ സൂരൻകോട്ടയിൽ വെച്ചായിരുന്നു വ്യോമസേന അംഗങ്ങളുടെ ആ വാഹന വ്യൂഹത്തിന് ഭീകരാക്രമണം ഉണ്ടായത്. 2 വാഹനങ്ങളിലായിട്ടായിരുന്നു വ്യോമസേനാംഗങ്ങൾ സഞ്ചരിച്ചു കൊണ്ടത്. പക്ഷേ ഇത് സൂരൻകോട്ടിലേക്ക് എത്തിയപ്പോൾ അവരുടെ നേരെ ഭീകരർ തുടർന്ന് ഇവരെ ആശുപത്രിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്യുന്ന അടക്ക നടപടികളിലേക്ക് സൈന്യം കടന്നിരുന്നു. പക്ഷേ ഒരു സൈനികൻ ഇപ്പോൾ വീരമൃത്യു വരിച്ചിരിക്കുകയാണ്. ഒരു സൈനികന്റെ നില ഗുരുതരമായി തന്നെ തുടരുന്നു. അതേസമയം പരിക്കേറ്റ മറ്റ് 3 പേരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടുവെന്നാണ് ഇപ്പോൾ സൈന്യം അറിയിച്ചിരിക്കുന്നത്. മേഖലയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള സുരക്ഷാ വിന്യാസം നടത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള തിരച്ചിലാണ് ഇപ്പോൾ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കുന്ന സാഹചര്യങ്ങളിൽ സജ്ജീകരണങ്ങൾ നൽകിയിരുന്നു. എന്തായാലും ഇതിന്റെ പിന്നാലെ വലിയ രീതിയിലുള്ള തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഷഹാന, അരവിന്ദ് തുടരുക. പൂഞ്ചിലെ ഭീകരാക്രമണത്തിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിരിക്കുകയാണ്.